പ്രിയപ്പെട്ടവരെ നമസ്കാരം. സംഗീതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ശ്രുതിയും താളവും. ശ്രുതിയും താളവും ചേരുന്നതാണ് സംഗീതം. ഇന്ന് ശ്രുതിയെ കുറിച്ചാണ് ഞാൻ എടുക്കുന്നത്. നമ്മുടെ ശ്രുതി ഏറ്റവും നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടി, ശ്രുതിജ്ഞാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മായാമാളവ ഗൗള രാഗം, നമ്മൾ ബിഗിനേഴ്സൊക്കെ ആദ്യം പാടിപ്പഠിക്കുന്ന രാഗമാണ്. നമ്മളൊക്കെ കർണാടക സംഗീതം പഠിക്കുമ്പോൾ ആദ്യം തുടങ്ങുന്ന രാഗം മായാമാളവ ഗൗളയാണ്. അതിൽ നമ്മൾ അതിൻ്റെ ആരോഹണം അവരോഹണം എടുത്തിട്ട് അതിൻ്റെ ഓരോ സ്വരവും മാക്സിമം ബ്രീത്ത്, നമ്മൾ ശ്വാസം തീരുന്നവരെ നീട്ടിപ്പാടുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ശ്രുതി 7 കട്ടയാണ്, അതായത് ബി. അപ്പോൾ ആ ശ്രുതിയിൽ നമ്മൾ ഓരോ ശ്രുതി ശരിക്കും കേട്ടുകൊണ്ട് ഓരോ സ്വരവും നീട്ടിപ്പാടും. നോക്കാം. ഈ ഒരു എക്സസൈസ് നമ്മുടെ ശ്രുതിജ്ഞാനം മാത്രമല്ല കൂട്ടുന്നത്. നമ്മുടെ ഈ രാഗത്തിൻ്റെ മായാമാളവ ഗൗള രാഗത്തിൻ്റെ ബിഗിനേഴ്സൊക്കെ ആദ്യമായി തുടക്കത്തിൽ പഠിക്കുന്ന രാഗമാണ്. ആ രാഗത്തിൻ്റെ സ്വരസ്ഥാനം ഉറയ്ക്കുന്നതിനും പിന്നെ നമ്മളെ ബ്രീത്തിങ് കൂടുതൽ നേരം ദൈർഘ്യനേരം പിടിച്ചു നിർത്തുന്നതിനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഇത് നമ്മൾ പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ സ്വരവും പ്ലെയിനായിട്ട് നീട്ടിപ്പാടണം. അതിന് ഷവറിങ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ ശ്വാസം നന്നായിട്ട് ഉള്ളിലേക്ക് എടുത്തിട്ട് ഏറ്റവും പതുക്കെ 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 അത് വിടാൻ പാടുള്ളൂ. അപ്പോൾ ഇത്തരം ടിപ്സും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എൻ്റെ കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിലും എൻ്റെ സ്കൂളുമായിട്ട് ബന്ധപ്പെടുക. രാഗ കല്യാണി മ്യൂസിക് സ്കൂൾ, മാനന്തവാടി. താങ്ക് യു.